മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂൺ മാസം നടക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അധികം ആളുകൾ പറയാത്തതായിട്ടുള്ള ജ്യോതിഷത്തിലെ വളരെ നിഗൂഢമായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ഓർപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതായിട്ടുള്ള നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. രാശിചക്രത്തിൽ വൃശ്ചികൻ രാശിയിൽ നിലകൊള്ളുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് അനിഴം. അനിഴം നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ ഒരു വർഷക്കാലം അവർ വളരെ കഷ്ടത്തിലായിരുന്നു എന്ന് പറയാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പല പല രോഗാവസ്ഥകൾ, ബിസിനസ്സുകൾ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തകർച്ച എന്ന് തന്നെ പറയാൻ പാകത്തിനുള്ള രീതിയിലുള്ള പരിസ്ഥിതികളിലൂടെ പോകുമായിരുന്നു. നമ്മൾ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യേണ്ടത് പലരും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. പലരും അനിഴ നക്ഷത്രക്കാർ സർവ്വ പ്രതീക്ഷയും താർന്ന രീതിയിൽ വലിയ പ്രയാസത്തോട് സംസാരിക്കുകയും ഈ കാണുന്ന കാര്യത്തിനൊക്കെ മാറ്റം വരും. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം ഒന്ന് മാറിക്കോട്ടെ, അപ്പോൾ നിങ്ങളുടെ ഒക്കെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു പറഞ്ഞുകൊണ്ട് പലരെ സമാധാനിപ്പിച്ച് വിട്ട കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. 2026 ഈ ജൂൺ മാസത്തിലെ ഈ വ്യാഴമാറ്റം കൊണ്ട് 27 നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ വൃശ്ചികക്കൂറുകാരായിട്ടുള്ള വിശാഖത്തിൻ്റെ അവസാന ഭാഗങ്ങൾ, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രജാതരായിട്ടുള്ള ആൾക്കാരാണ്. എന്തെന്നാൽ ഈ വ്യാഴമാറ്റത്തോടെ ഉച്ചരാശിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ചന്ദ്രാൻ 9 ആയിട്ടുള്ള കർക്കിടകത്തിലേക്ക് ഉച്ചരാശിയിലേക്ക് വ്യാഴം അതീവമായിട്ടുള്ള ആധ്യാത്മിക ബലത്തോടു കൂടി തന്നെ വന്നു ചേരുകയാണ്. വളരെ കാലങ്ങളായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന സർവ്വ തലവേദനകളും മാറും. സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു ഉന്നതി പ്രാപിക്കും. യാതൊരു സമാധാനവും ഇല്ലാത്ത പലതരത്തിലുള്ള ഭയം കൊണ്ടും നിസ്സഹായതയും കൊണ്ടൊക്കെ പെടഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് പെട്ടെന്നൊരു കുളിർമഴ ലഭിക്കണമാതിരിയുടെ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കിത്. മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ്സുകളെല്ലാം ശരിയാവും. ഉദ്യോഗത്തിനും അങ്ങനത്തുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് ഓടി നടന്ന ആൾക്കാർക്കൊക്കെ ആശ്വാസം കിട്ടും. ജോലി ഉണ്ടായിരുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാവും. അതേമാതിരി പ്രൊമോഷൻ ലഭിക്കും. അനുകൂല സാഹചര്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടും. അതുപോലെ കുടുംബജീവിതം സമാധാനപരമാകും. മക്കളെ കൊണ്ട് സന്തോഷിക്കാനായിട്ട് വരും. അത് വളരെ വലിയൊരു കാര്യമാണ്. വ്യാഴം സന്താനകാരകനാണ്. വ്യാഴം മോശസ്ഥാനത്ത്, ദോഷസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു കുഴപ്പം ആയിട്ട് വരുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. വ്യാഴം സന്താനകാരകനാണ്, സമ്പത്തിൻ്റെ കാരകനാണ്, ദൈവാധീനത്തിൻ്റെ കാരകനാണ്, അറിവിൻ്റെ പൂർവ്വപുണ്യത്തിൻ്റെ കാരകനാണ്. വ്യാഴം വൃശ്ചിക രാശിക്കാരായിട്ടുള്ള അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തേക്കാണ്. പൂർവ്വപുണ്യം, പിതൃക്കളുടെ അനുഗ്രഹം, അതുപോലെ ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള വലിയ വലിയ അനുഭൂതികൾ. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ പറയണത് കേൾക്കാനൊന്നും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പലവിധ രീതിയിലുള്ള അരിഷ്ടതകളിലൂടെ പോയിരുന്നവരായിട്ടുള്ള ആളുകൾക്ക് ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒന്നും പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന, എല്ലാ പ്രതീക്ഷയും അറ്റ് വിഷാദത്തിൽ ഡിപ്രഷനിൽ മുങ്ങിയിരുന്ന ആൾക്കാർക്ക് ഈശ്വരൻ തൊട്ടരികത്ത് വന്നതായിട്ട് തോന്നും. ഇത് വെറുതെ ആലങ്കാരികമായിട്ട് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല.
നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ മനസ്സിനൊരു കുളിർമ വന്നതായിട്ടും നിങ്ങളുടെ ടെൻഷനുകളെല്ലാം ഫ്രീ ആയിട്ട് വന്നതായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നടന്നു വന്നതായിട്ടും ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഭാഗ്യം നമ്മുടെ തൊട്ട് പടിവാതിക്കൽ വരുന്നതായിട്ടും ദൈവം ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ദൈവം കണ്ണുകൾ കൊണ്ട് കാണാനോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനോ സാധിക്കാത്തതായിട്ടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള സുഗന്ധവും സ്പർശവും അനുഭൂതിയും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഈ വൃശ്ചികക്കൂറിൽ വന്നേക്കുന്നതായിട്ടുള്ള നക്ഷത്രക്കാർ, അനിഴം നക്ഷത്രക്കാർ എന്നോട് പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. ലോട്ടറി അടിക്കാൻ പറ്റിയ കാലമാണെന്നാണ് തന്നെ പറയണം. ലോട്ടറി അടിക്കാൻ ഓണ ബമ്പറോ ക്രിസ്മസ് ബമ്പറോ അങ്ങനത്തെയുള്ള ഇതൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തു നോക്കുക. എടുക്കുന്നവർക്കെല്ലാം അടിക്കുന്നല്ല, ഭാഗ്യമൊക്കെ പരീക്ഷിക്കാവുന്ന കാര്യമാണ്. ചിട്ടികൾ, ഭാഗ്യക്കുറികൾ, ലോണുകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നാവും. ലോൺ കിട്ടാനൊക്കെ ആയിട്ട് ബാങ്കുകളൊക്കെ കയറി നടന്ന് മാനേജർമാരുടെ അടുത്തൊക്കെ കെഞ്ചി കാര്യത്തിന് നടപടിയില്ലാതെ അവിടെ നിന്ന് കടം മേടിച്ച് ഇവിടെ കൊടുത്തും ഇവിടെ നിന്ന് കടം മേടിച്ച് അവിടെ കൊടുത്തും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള പല വ്യക്തികൾക്കും അവർക്ക് ആവശ്യാനുസരണം സമ്പത്ത് വന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനം. മനസ്സ് വളരെ സന്തോഷഭരിതമാകും. ഇതുവരെ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളോടൊക്കെ വലിയ പ്രിയം തോന്നും. പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും വലിയ ക്ഷേത്രങ്ങളിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ തീർത്ഥാടനത്തിന് പോകാനായിട്ട് ഇടവരും. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല തിരുപ്പതിക്ക് പോകുന്നു, മൂകാംബികയ്ക്ക് പോകുന്നു. അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയൽക്കാത്തുകാരൊക്കെ പോകുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളും പോകാനിട വരും. അങ്ങനത്തുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ 9ാം ഭാവത്തേക്ക് വരുന്ന വ്യാഴം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് ഉണർവ് വരുന്നതാണ്. ഭാഗ്യത്തിന് ഉണർവ് വരും. നിങ്ങളിൽ ദൈവവിശ്വാസം ഉണ്ടാകും. നിങ്ങളുടെ മക്കള് നിങ്ങളെ അനുസരിക്കാതൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു പ്രതീക്ഷയില്ലാത്തവർക്ക് പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ പ്രവർത്തിക്കും. അവർക്ക് ജോലി കിട്ടി. വിവാഹത്തിന് ചിലർ വിവാഹ വിരോധികളൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കല്യാണത്തിനൊക്കെ സംബന്ധിക്കും. സൗന്ദര്യം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടൊക്കെ നിങ്ങളുടെ മകളുടെ വിവാഹം മുടങ്ങിക്കിടക്കുകയായിരുന്നുണ്ടെങ്കിൽ അത്ഭുതം പോലെ ഈ കൊല്ലം അനുയോജ്യനായിട്ടുള്ള വരനെ കിട്ടി ശുഭവിവാഹം നടക്കും. കുടുംബത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നടക്കും. ഉദ്യോഗത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതുപോലുള്ള ഏത് മേഖലകളിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു ഭാഗ്യ കടാക്ഷം ഉണ്ടാവും. 9ാം ഭാവം ചന്ദ്രൻ 9ാം ഭാവം എന്ന് വെച്ചാൽ ഭാഗ്യത്തിൻ്റെ ഭാവമാണ്. അങ്ങോട്ട് വരുന്നതോ സാക്ഷാൽ ഈശ്വരൻ തന്നെയായിട്ടുള്ള വ്യാഴം സ്വർഗത്തിൻ്റെ ജനലാണ്, അല്ലെങ്കിൽ വാതിലാണ്, അല്ലെങ്കിൽ ദൈവദൂതനാണ്, വിഷ്ണുവാണ്, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ്. കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പൂർവ്വപുണ്യത്തിൻ്റെയൊക്കെ ഫലം പോലെ നിങ്ങളുടെ ജാതകത്തിൻ്റെ വ്യാഴത്തിൻ്റെ ദിപ്പ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാകാലം, ആ ദശാനാഥൻ്റെ ബലം, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കും. എത്രമാത്രം ദോഷമുള്ള ദശയെ കൂടെയും കഷ്ടകാലത്തിൽ കൂടെയാണ് പോണെന്നുണ്ടെങ്കിലും വ്യാഴം അനുകൂലമായിട്ടുള്ള ഒരു കൊല്ലക്കാലം അങ്ങനത്തെ ഉള്ള ദോഷശക്തികൾക്കെല്ലാം ഇളവുണ്ടാവുകയും നിങ്ങൾ വിചാരിച്ചേക്കാൾ കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് പ്രത്യേകിച്ച് പറയണത്. അപ്പോൾ 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴം 9ാം ഭാഗത്തേക്ക് വരുന്നു പറഞ്ഞു. അങ്ങനെ വന്നതായിട്ടുള്ള വ്യാഴം 2026 തന്നെ 10ാം മാസം ചിങ്ങത്തിലേക്ക് അതിചാരം എന്നുള്ള രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ഗ്രഹം അതിചാരം എന്നുള്ള രീതിയിൽ മുമ്പോട്ടേക്ക് ചെല്ലും. അവിടെ ഏതാണ്ട് 2027 ജനുവരി അവസാനം വരെ അവിടെ നിലകൊള്ളും. അപ്പോൾ വ്യാഴം 9ാം ഭാഗത്ത് നിന്ന് 10ലേക്ക് വരും. ആ 10ലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ട് ഈ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരിക എന്നുള്ളതാണ്. ഉച്ചരാശിയിൽ നിന്ന് ഇറങ്ങി കർമ്മസ്ഥാനമായിട്ടുള്ള ചിങ്ങൻ രാശിയിലേക്ക് 10ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ
അനേക നാളുകളായിട്ട് തൊഴിലിനോ തേടി PSC എഴുതിയും അല്ലെങ്കിൽ ഓരോ കമ്പനികളൊക്കെ കയറി ഇറങ്ങിയും ഓരോ രീതിയിലുള്ള ഔദ്യോഗിക മേഖല നോക്കി നടന്നുകൊണ്ടിരുന്നവർക്കായിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനാണ് വരും. അത്ഭുതം തോന്നിപ്പോവും. എത്ര നാളായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അപേക്ഷകൾ ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് ഞാൻ ഈ ടെസ്റ്റുകളും പരീക്ഷകളൊക്കെ ആയിട്ട് നടക്കുന്നു, ഇതുവരെ എനിക്ക് അനുകൂലമായിട്ടൊരു ഫലം കിട്ടിയില്ലല്ലോ. ഇതൊരു അത്ഭുതം തന്നെയാണ്. പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്താലും നല്ലൊരു ജോലി, പ്രതീക്ഷിക്കാത്തതിനേക്കാൾ നല്ലൊരു ജോലി എനിക്ക് ലഭിച്ചല്ലോ. ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്കത് വളരെ നന്നായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. അതുപോലെ ജോലി സ്ഥലത്തൊക്കെ പല പല രീതിയിലുള്ള മേലുദ്യോഗസ്ഥരിൽ നിന്നോ കീഴുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പൊതുജനങ്ങളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള അസഹിഷ്ണുതകളോ കുഴപ്പങ്ങളോ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ട് നരകിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് വളരെ എന്താ പറയുക, അയത്ന ലളിതമായിട്ട്, വളരെ സുലഭമായിട്ട്, അതുപോലെ വളരെ മനോഹരമായിട്ട് ആ ജോലി കൊണ്ടുകൊടുക്കാനായിട്ടും സാധിക്കുകയും ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനുകളെല്ലാം ഒഴിവാവുകയും ചെയ്യും. എന്നുള്ള വലിയൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. തൊഴിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മനോവിഷമത്തിന് കാരണമാക്കിയിരുന്ന ഒന്നാണെങ്കിൽ അതേ തൊഴിൽ തന്നെ നിങ്ങളുടെ സർഗാത്മകതയ്ക്കും നിങ്ങളുടെ മനസ്സിനും യോജിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും ഈ 10ാം സ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോൾ. തൊഴിൽ എന്നുള്ളത് മാത്രമല്ല, 10ാം ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധി, ഫേറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. മുജ്ജന്മ കർമ്മത്തിൻ്റെ ഒക്കെ പേരിൽ, മുജ്ജന്മത്തിലെ ജീവിതത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഗുണാനുഭവങ്ങളോ ഭാഗ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യത്തിൻ്റെ പേരിൽ, ജ്യോതിഷം എന്ന് പറഞ്ഞത് ജന്മജന്മാന്തരമായിട്ടുള്ള ജീവിതത്തിൻ്റെ കഥയാണ്. പല പല ജന്മങ്ങളിൽ കൂടെ പല പല ആൾക്കാരായിട്ട് നമ്മൾ ജനിച്ച് നമ്മുടെ ആത്മാവ് മച്ചുവേർഡായി ഏറ്റവും അവസാനം സത്യം മനസ്സിലാക്കി ഏറ്റവും അവസാനം വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് വേദത്തിൻ്റെ സങ്കല്പം. അത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അറിവും വിവരവും, അല്ലെങ്കിൽ അവരുടെയും അതിൻ്റെ അകത്തുള്ള ഫിലോസഫി. ഒരു ജന്മവും ശാശ്വതമല്ല, ഒരു ശരീരവും ശാശ്വതമല്ല. പല പല ജന്മങ്ങളിൽ നിന്ന് ആർജിക്കുന്നതായിട്ടുള്ള ഈ അറിവുകൾ കൊണ്ട് തന്നെയാണ് ലാസ്റ്റ് മോക്ഷത്തിലേക്ക് എത്തുന്നത്. ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നൊക്കെ തിരിച്ചറിയണത് അങ്ങനത്തെ പരീക്ഷണത്തെ കൂടെയൊക്കെയാണ്. അപ്പോൾ 10ാം ഭാഗത്തിന് അങ്ങനെ ജോലി എന്ന് മാത്രമല്ല ഫെയ്റ്റ് എന്ന അർത്ഥമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പുണ്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഭാഗ്യപരമായിട്ട് എന്തെങ്കിലും വന്നു ചേരുന്നുണ്ടെങ്കിൽ അതും ഭവിക്കുന്ന സമയമാണ് 10ാം ഭാഗത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് നിരാശകളെല്ലാം മറന്ന് അത്ര അദ്വിതീയമായിട്ടുള്ള ഈ മഹാശക്തിയെ, ഈ സിദ്ധിയെ, ഈ ആധ്യാത്മിക ചൈതന്യത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ആവേശിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകണു, അതേമാതിരി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണു, കുടുംബം നോക്കണു. ഇങ്ങനെ ഒരു പാടത്തേക്കൂടെ പോകണ വണ്ടി പോലുള്ള പോയിക്കൊണ്ടിരിക്കുന്നവർ അല്പം വ്യത്യാസമൊക്കെ വരുത്തി കുറച്ചെങ്കിലും ഒരു സമയം ആധ്യാത്മിക കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക. ആധ്യാത്മിക കാര്യത്തേക്ക് ആയിട്ട് വിനിയോഗിക്കുക. ആഴ്ചയിലൊരിക്കൽ ഒരു വ്യാഴാഴ്ച ദിവസം തിരക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുവാനുള്ള സമയമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, അതുപോലെ നരസിംഹമൂർത്തി ആയിക്കോട്ടെ, ആരാണെങ്കിലും വ്യാഴാഴ്ച ദിവസം വിഷ്ണു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അവിടെ പോയി തൊഴുക. അവിടെ ഒരു നെയ്വിളക്ക് വെച്ച് തൊഴുക. നിങ്ങളുടെ കൈ കൊണ്ട് സ്വന്തമായിട്ട് കത്തിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ക്ഷേത്രമാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു നെയ്വിളക്ക് മേടിച്ച് വെക്കുക. സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാട് കഴിക്കുക. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇത് വയ്ക്കുക. ഒരു 3 പ്രദക്ഷിണം വയ്ക്കുക. ഈ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നാരായണ നാരായണ എന്ന് ഉള്ളുകൊണ്ട് ജപിക്കോടും കൂടി ചെയ്യുക. ആരും കേൾക്കൊന്നും വേണ്ട, സ്വന്തം മനസ്സിൽ മാത്രം ജയിച്ചാൽ മതി. ഇങ്ങനെ വ്യാഴത്തിന് ബാക്കി ഉള്ള ഗ്രഹങ്ങളൊക്കെ സ്വഭാവമല്ല, അങ്ങോട്ട് അതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ തൻ്റെ ആത്മാവിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധിയും കൂടി വേണം. അതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് വരുന്നതായിട്ടുള്ള യൂണിവേഴ്സ് തരുന്ന ഈ മഹാഭാഗ്യത്തിനെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും കൂടി ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ശുഭകാര്യങ്ങളും അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങളും ഈ കൊല്ലം ഉണ്ടാവും.
അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്. ഈ അനിഴ നക്ഷത്രക്കാരാണ് നമ്മൾ ഇത്ര കാര്യമായിട്ടൊക്കെ പറഞ്ഞു. പലരും പല രീതിയിലുള്ള കൊള്ളില്ലാത്ത ദശകളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുന്നവരും ആവും. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിട്ടുള്ള ഏതെങ്കിലും ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ജാതക പരിശോധന നടത്തി അതിൻ്റെ കൂടി പരിഹാരം ചെയ്യേണ്ടതുണ്ട്. എങ്കിലാണ് ഈ കാര്യം പൂർണ്ണമായിട്ട് അനുഭവത്തിന് വരുവുള്ളൂ. ഈ പറഞ്ഞ ഞാൻ ആയിട്ടത് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മറ്റേ ഇതിൽ യൂട്യൂബിൽ വന്നിട്ട് കാര്യമില്ല, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, അതുപോലെ നിങ്ങളുടെ താമസ സ്ഥലം അല്ലെങ്കിൽ ജില്ല, ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ സമയം പോലെ, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, സമയം പോലെ ആ കാര്യം നോക്കി വളരെ വിശദമായിട്ട് തന്നെ നോക്കി പരിഗണിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും, എല്ലാ പ്രേക്ഷകർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് അനിഴ നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ ഭാഗ്യം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്.